ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് പുസ്തകം തുറന്നു നോക്കും. പക്ഷെ ആ നേരത്തെ പുസ്തകം തുറന്ന് അവരുടെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി കിടക്കുക. അവർക്ക് ഒരു തേങ്ങ അറിയുണ്ടാവില്ല. ചിലവരുടെ നോട്ട് എവിടെയാണെന്ന് അവർക്ക് തന്നെ അറിയുണ്ടാവില്ല. അവർ ഫ്രണ്ട്സിനെ കുറിച്ച് നോക്കും, ഫ്രണ്ട്സിനെ അറിയുണ്ടാവില്ല. പിന്നെ ചിലവർ ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാവും ഇരിക്കട്ടാവും. അപ്പോൾ ഈ തെറ്റൊന്നും നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് 5 ആപ്ലിക്കേഷൻ പറഞ്ഞു. ഈ 5 ആപ്ലിക്കേഷനിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്. കാരണം ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആപ്പാണ് നാച്ചുറൽ റീഡർ. ഇതൊരു റീഡർ ആപ്ലിക്കേഷൻ ആണ്. പവർ റീഡർ ഒന്നുമല്ല. കാരണം ആച്ചെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ സമ്മറി പോലെയൊക്കെ ആവും തരിക. ഫുള്ളായിട്ടുള്ള കണ്ടന്റ് ഒന്നും വായിക്കില്ല. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാ, ഇതാണ് നമ്മുടെ ഫിസിക്സിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് +1ത്തെ. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ വായിച്ചു നോക്കാൻ നിൽക്കുക നമുക്കൊന്നും മനസ്സിലാവും. കാരണം നമ്മൾ 10 വരെ ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചപ്പോൾ NCERT ആയിരുന്നു, SCERT ആയിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു തേങ്ങ മനസ്സിലാവും. കാരണം ഇതിലെ സിലബസ് പാറ്റേൺ ഒക്കെ വേറെ. അപ്പോൾ ഇതേപോലെ ടഫ് ടെസ്റ്റ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാച്ചുറൽ റീഡിങ്. ഇത് വായിച്ചാലാണ് നമുക്ക് നീറ്റ് ജയിലൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റ് വായിക്കണം. നമ്മൾ ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് നാച്ചുറൽ റീഡിങ് നാച്ചുറൽ റീഡിങ് കുറേ മോഡുകളുണ്ട്. കുറേ കോൺഫിഡൻസ് സൗണ്ട്, ഇങ്ങനെ സോഫ്റ്റ് സൗണ്ട്, എൻഗേജിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ കുറേ സൗണ്ടുള്ള മോഡുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടന്നിട്ട് നമുക്കിത് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്പിന്റെ പേരാണ് അലാമി. ഈ അലാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അലാം ആപ്പ് തന്നെയാണ്. നമ്മുടെ സാധാരണ അലാമിന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അലാം അടിക്കും. നമ്മളൊരു 6 മണി അല്ലെങ്കിൽ 5 മണിക്ക് അലാം അടിക്കും. നമുക്ക് നേരത്തെ എണീക്കാൻ വേണ്ടി അലാം അടിക്കും. ഈ അലാം അടിക്കുന്ന നേരത്ത് ഇത് നമ്മൾ അലാം ക്ലോക്ക് നിൽക്കണമെങ്കിൽ കുറേ സംഭവങ്ങൾ ചെയ്യണം. അല്ലെ, കുറേ സംഭവങ്ങൾ ഒരു കാര്യം ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക, പിന്നെ എന്തോ ഇങ്ങനെ ഡോട്ട്സ് ഞെക്കുക 100 വരെ, പിന്നെ ഷെയ്ക്ക് ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങളായി ചെയ്യണം. എന്നാലാണ് ഇത് നിൽക്കുള്ളൂ, അലാം ക്ലോക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം പോവും. നമ്മൾ നാളെ രാവിലെ കറക്റ്റ് സമയത്ത് എണീക്കും. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ മാത്രമാണ് ഇത് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഉറക്കം കളയാൻ വേണ്ടി അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്പിന്റെ പേരാണ് നോട്ട്ബുക്ക് ആപ്പ്. ഈ നോട്ട്ബുക്ക് എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യൂസ് ആണ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ പേരിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. ഗൂഗിളിൽ വരെ ഉണ്ടാവും, നോക്കിക്കോ. അപ്പോൾ ഇതിന്റെ യൂസ് മെയിൻ ആയിട്ട് നമ്മളൊരു ഗൂഗിളിൽ നിന്ന് ഒരു PDF ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ക്ലാസ്സിന് പഠിക്കാനുള്ള ഒരു ടെസ്റ്റിന്റെ PDF ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ PDF എടുത്തിട്ട് നമ്മൾ നോട്ട്ബുക്ക് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ആവശ്യമാണ് മൈൻഡ് മാപ്സ് ഉണ്ടാക്കുന്നത്. ഈ മൈൻഡ് മാപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മനസ്സിലാക്കി തരാനാണ് ഈ മൈൻഡ് മാപ്സിന്റെ ഉപയോഗം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മൈൻഡ് മാപ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി ചാപ്റ്റർ അങ്ങനെ ഹിസ്റ്ററിയിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ പഠിക്കാനോ. ഈ ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഓർത്തിക്കാൻ ഭയങ്കര പണിയാവും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഏതാണെന്ന് നമുക്ക് അറിയുന്നത്. പിന്നെ നോട്ട്ബുക്ക് അല്ലാതെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഡേറ്റ്സ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, വർഷമൊക്കെ ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ അടുത്തൊരു ഉപയോഗം. പിന്നെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത്. പക്ഷേ ഇത് തരുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റ് കൊടുത്താണ് ഈ ക്വസ്റ്റ്യൻസ് തരിക. അപ്പോൾ നമുക്കൊരു എൻഗേജിങ് ആക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ്. ചിലർക്കാണ് ഇതൊക്കെ യൂസ് ആവുള്ളൂ, എല്ലാവർക്കും യൂസ് ആവില്ല. ഈ ആപ്പ് അങ്ങനെ എല്ലാവരും ഉപയോഗിക്കണമെന്നേ പറയില്ല. ചിലർക്ക് ഇത് ആപ്പ് അടിപൊളിയായിട്ട് യൂസ് ആവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ആപ്പിന്റെ പേരാണ് സ്റ്റേ ഫോക്കസ്. ഈ ആപ്പ് എന്താ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. ഈ ആപ്പിൽ കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് ഈ ആപ്പിൽ ആപ്പ് ടൈമർ വയ്ക്കാൻ പറ്റും. നമ്മൾ ഓരോ ദിവസം ഈ ആപ്പ് എത്ര ഉപയോഗിക്കാം നമുക്ക് കറക്റ്റ് ടൈമർ വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് വേറെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽസ് സ്റ്റോറീസ് ഒക്കെ ഓഫ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ അന്ന് കാണാൻ പറ്റില്ല. പിന്നെ വേറെ യൂട്യൂബിൽ കമന്റ്സ് ഓഫ് ചെയ്തിടാം, പിന്നെ ഷോർട്സ് ഓഫ് ചെയ്താൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടാൻ പറ്റും. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ എവിടെയാണ് നമ്മൾ ഓരോ ആപ്പിലും സമയം ചെലവഴിക്കണം അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ആപ്പിന്റെ പേര് നിങ്ങൾ എവിടെയും കേട്ടാൻ സാധ്യതയില്ല. ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തല്ലും. ഈ ആപ്പിന്റെ പേരാണ് ChatGPT. ഈ ChatGPT നിങ്ങൾ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ChatGPT നിങ്ങൾ വെറുതെ പോയിട്ട് ഗീവ് മീ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ ഫ്രം ദാറ്റ് സബ്ജക്ട് ഓഫ് ദിസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPTക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ലേ. പക്ഷെ നമ്മൾ ഇതിന് ആദ്യം ഇപ്പോൾ PDF ഒക്കെ അതിൻ്റെ അത് ഇടാൻ പറ്റുമോ എന്നൊക്കെ അറിയോ? PDF ഒക്കെ ChatGPT അയച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മുടെ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ചാപ്റ്ററിന്റെ PDF നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയാം എക്സ്പ്ലെയിൻ ഫ്രം ദിസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT കറക്റ്റ് ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു തരും. അല്ലാണ്ട് നേരെ പോയിട്ട് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ആറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT വിക്കിപീഡിയ പിന്നെ ഗൂഗിൾ മൊത്തം സെർച്ച് ചെയ്തിട്ട് ഒരു മാറ്റി എന്തെങ്കിലും പറയും. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ PDF നോക്കിയിട്ട് എടുക്കും. പിന്നെ നമ്മൾ ChatGPT ഫ്ലോ ചാർട്ട്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ, അങ്ങനെ റെസ്പിറേഷൻ അങ്ങനെ വരയ്ക്കാൻ പറ്റും ഫ്ലോ ചാർട്ട്. അതാണ് എനിക്ക് പറഞ്ഞത്. പിന്നെ ടേബിൾ ഉണ്ടാക്കാൻ പറ്റും ChatGPT. അടിപൊളി ടേബിൾസ് ഒക്കെ ChatGPT ഉണ്ടാക്കി തരും. പക്ഷെ ഇമ്പോർട്ടൻറ്റ് കാര്യം ആ PDF ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടേബിളിൻ്റെ അകത്ത് വരിക.
അപ്പൊ ഇത്രയാണ് നമ്മുടെ 5 ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വെച്ചെടുക്കുക, അവർക്കൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പാർട്ട് 1 കമന്റ് ചെയ്യുക. കാരണം ആപ്ലിക്കേഷൻ ഇനിയും എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകണ്ട, കാരണം വീഡിയോസ് ഇനി വരില്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.